അന്ന് തിയേറ്ററിൽ അറിയാലോ, ആദ്യകാലത്തൊക്കെ തിയേറ്ററിനകത്തിരുന്ന് സിഗരറ്റ് വലിക്കും, തിയേറ്ററിനകത്ത് മടി വെച്ചുകൊണ്ട് വന്ന് ഒഴിച്ച് കഴിക്കും, പാൻപരാഗ് സീറ്റിൻ്റെ സൈഡിൽ നിന്ന് തുപ്പും. അത്ര വൾഗറായിട്ടൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അന്ന്. പിന്നെ അത് ക്രമേണ മാറി ഇപ്പോൾ ഭയങ്കര മോഡേണൊക്കെ ആയത് ഇപ്പോഴാണ്. അതിന് ശേഷം ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാ ദിവസവും സെക്കൻഡ് ഷോയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ, അല്ലേ? വൈഫിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ആ അറ്റ്മോസ്ഫിയറിൽ പറ്റില്ല. ഇടയ്ക്ക് ഈ കാലിങ്ങനെ അടിയിൽ കൂടെ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് തിയേറ്ററിൽ. പിന്നെ അടുത്തിരിക്കുന്ന ആൾ മടി എന്ന് പറഞ്ഞാൽ എടുത്ത് രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ അഭിനയിക്കുന്ന സിനിമ കാണണമെങ്കിൽ തന്നെ എനിക്ക് 1000 രൂപ മുടക്കേണ്ടി വരും. എനിക്ക് അവർ 50,000 എഴുതി വാങ്ങിച്ചിട്ട് 500 വന്ന ചരിത്രമൊക്കെ ഉള്ളപ്പോൾ ഞാൻ അഭിനയിക്കുന്ന പടത്തിൽ കഷ്ടപ്പെട്ട് അഭിനയിച്ചതിന് എൻ്റെ സിനിമ കാണാനുള്ള കാശേ ഇവർ തരുന്നില്ലെങ്കിൽ പിന്നെ ആ സിനിമ എന്തിനാണ് കാണുന്നത് എന്നുള്ളൊരു ചോദ്യവും കൂടെ വന്ന് രണ്ടാമത്തെ കാരണം കൊണ്ട് അതും അങ്ങ് നിന്നു. ക്രമേണ ആ ഒരു തിയേറ്ററിൽ പോകാനുള്ളൊരു ആ ഒരു 3 മണിക്കൂർ കളയാൻ പറ്റാത്തൊരവസ്ഥ